Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Pre-Incorporation Contracts from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Pre-incorporation contracts. The pre-incorporation contracts are those which are entered by the promoters on behalf of the company before its incorporation. അപ്പം നമുക്ക് എന്താണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് നോക്കാം. ആ വാക്കിൽ തന്നെയുണ്ട് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫോം ചെയ്യുന്ന കോൺട്രാക്ട്സിനെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ആ വാക്കിൽ അത് വളരെ വ്യക്തമാണ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. ഇൻകോർപ്പറേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി, അതിനെയാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പനിക്ക് വേണ്ടി അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ ഏർപ്പെടുന്ന കരാറുകളെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ബിഫോർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് ദ കമ്പനി, the promoters usually enter into certain contracts for the purchase of assets on company's behalf. The reason for the same is that before incorporation, the company is not competent to enter into contract as it has no legal entity. Thus, the company cannot be sued for the pre-incorporation contracts. ഇവിടെ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷന് മുമ്പായിട്ട്, കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പായിട്ട് കമ്പനിക്ക് വേണ്ടുന്നുള്ള ചില അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി ചില കരാറുകളിൽ ഏർപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ കമ്പനിക്ക് വേണ്ടി പ്രൊമോട്ടേഴ്സ് കരാറിൽ ഏർപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. കമ്പനി രൂപം കൊള്ളുന്നതിന് മുമ്പ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിക്ക് ലീഗൽ എൻറ്റിറ്റി ഇല്ല, കമ്പനിക്ക് നിയമപരമായി ഒരു വ്യക്തിത്വമില്ല, അസ്തിത്വമില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കമ്പനിക്ക് വേണ്ടി അതിൻ്റെ പ്രൊമോട്ടേഴ്സ് കരാറിൽ ഏർപ്പെടുന്നത്. അതും കമ്പനിയുടെ അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുന്നത്. ഇത്തരത്തിലുള്ള കരാറുകളെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കരാറുകളിൽ എന്തെങ്കിലും വീഴ്ചയോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കമ്പനിയുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുകയുമില്ല. ഇതാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Sometimes the promoters of a public company might have made a contract before its incorporation. In such cases, the company may enforce the contract if it is warranted by the terms of incorporation. ചില സാഹചര്യങ്ങളിൽ ഒരു പബ്ലിക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ ഇൻകോർപ്പറേഷന് മുമ്പായിട്ട് ചില കോൺട്രാക്ട്സിൽ അല്ലെങ്കിൽ കരാറുകളിൽ ഏർപ്പെടാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് ടേംസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ വാറണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിൽ, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ നിയമ നടപടിക്രമങ്ങളിൽ ഇത് ഉൾപ്പെടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ളതാണെങ്കിൽ കമ്പനിക്ക് ഇത്തരം കോൺട്രാക്റ്റുകളെ എൻഫോഴ്സ് ചെയ്യാനായിട്ട്, നടപ്പിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് അംഗീകരിക്കാനായിട്ടും സാധിക്കുന്നതാണ്. If the pre-incorporation contract is for the purposes of the company and within the company's objects, it can be enforced by or against the company adopts the same. ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏർപ്പെടുന്ന കരാറുകൾ, പ്രൊമോട്ടേഴ്സ് ഏർപ്പെടുന്ന കരാറുകൾ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ, ഫോർ ദ പേർപ്പസസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെങ്കിലും ആൻഡ് വിത്തിൻ ദ കമ്പനീസ് ഓബ്ജക്ട്സ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണെങ്കിൽ അത്തരം കരാറുകളെ അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിനെ കമ്പനിക്ക് എൻഫോഴ്സ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ അത് നടപ്പിലാക്കാം. മാത്രമല്ല കമ്പനിക്കെതിരെ അത്തരം കോൺട്രാക്റ്റിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ നടപടിയും സ്വീകരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ദ കമ്പനി അഡോപ്റ്റ്സ് ദ സെയിം, കമ്പനി ആ കോൺട്രാക്റ്റ് അംഗീകരിച്ചിരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞാൽ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാനും കമ്പനിക്ക് ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കുന്നതാണ്. ഇതാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുമായിട്ട് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഡു യു മീൻ ബൈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്? I hope all of you understood the topic pre-incorporation contract quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.